പഠനങ്ങളെ ലക്ഷ്യങ്ങളാക്കി മാറ്റിയൊരു അധ്യാപിക. വായനയോടും യാത്രയോടുമുള്ള പ്രിയം ഇന്ന് അധ്യാപികയെ എത്തിച്ചു നിർത്തുന്നത് ലോകത്തിന്റെ തന്നെ നെറുകയിൽ. പാലക്കാട്ടുകാരിയാണെങ്കിലും മലപ്പുറത്തിന് അഭിമാനമാണ് സ്നിഷ ടീച്ചർ. പർവ്വതാരോഹകരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഇന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഇന്ത്യൻ ദേശീയ പതാകയോടൊപ്പം തന്നെ സ്നിഷ ടീച്ചർ ഉയർത്തി സ്വന്തം സ്കൂളിന്റെ പേര് GBHSS തിരൂർ. അതികഠിനം തന്നെയായിരുന്നു ടീച്ചറുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള പ്രയാണം. ഞാൻ എൻ്റെ യാത്രകൾ ആരംഭിക്കുന്നത് സത്യം പറഞ്ഞാൽ 2014 മുതലാണ്. 2014 ഞാൻ ആ സമയത്ത് പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തക ദീപ ടീച്ചർ ഒരുമിച്ചിട്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് യാത്ര ചെയ്യാമോ എന്നുള്ള ഞങ്ങളെ സ്വയം ഒന്ന് ധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് യാത്രകൾ ചെയ്തു തുടങ്ങി. ആദ്യത്തെ യാത്ര ഹൈദരാബാദിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അന്ന് നമുക്കൊട്ടും യാത്ര ചെയ്ത് ശീലമില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഒരു പാക്കേജ് എടുത്താണ് ഞങ്ങൾ പോയത്. അപ്പം രണ്ടുപേരും കൂടെ മാത്രം, ഹസ്ബൻഡൊന്നും രണ്ടാളുടെയും ഭർത്താക്കന്മാരൊന്നും കൂടെ ഇല്ലാതെ ഞങ്ങൾ പോയി. ആ ഒരു യാത്ര ഞങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നു. ആരും കൂടെ ഇല്ലെങ്കിലും നമുക്ക് പോകാം എന്നൊരു ധൈര്യം തന്നു. അപ്പം അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളും നമുക്ക് ആദ്യം കവർ ചെയ്യാമെന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഒരു 1.5 വർഷം കൊണ്ട് എല്ലാ ജില്ലകളിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് പോന്നു. ആദ്യത്തെ ഹിമാലയൻ ട്രക്ക് പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് പരിശീലനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സമീപിച്ച ഗ്രൂപ്പുകാർ തന്നെ പറഞ്ഞു, 1-2 ചെറിയ ട്രക്കുകൾ നമുക്ക് ആദ്യം ചെയ്തു നോക്കാം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ട്രക്ക് ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി ട്രക്കാണ്. അപ്പം അത് തന്നെ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു മലകയറ്റക്കാരിയെ ആയിരുന്നില്ല. ഞങ്ങൾ പോയത് ഇവിടുത്തെ ഏപ്രിൽ 2-ാം തീയതി ആയിരുന്നു. 2-ാം തീയതി പോയി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത് 10-ാം തീയതി ആയിരുന്നു. അപ്പൊ ഈ നടന്ന് തുടങ്ങുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മുതൽ മൈനസ് ടെമ്പറേച്ചറിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. അപ്പൊ നമുക്ക് തണുപ്പ് വല്ലാതെ എന്താ പറയാ, കുറേശ്ശെയൊക്കെ നമുക്ക് സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഇടുന്ന ഡ്രസ്സുകളുടെ ലെയറുകൾ കൂട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവസാനത്തെ പോയിന്റൊക്കെ എത്തുന്ന സമയത്ത്, ഗോരക്ഷേപ്പൊക്കെ എത്തുന്ന സമയത്ത് -22-23 ഡിഗ്രിയൊക്കെ ആയിരുന്നു തണുപ്പ്. ഞാൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് EBC പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്കും 4 ജോഡി ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും കഠിനമായ തണുപ്പ് തന്നെയായിരുന്നു ആ സമയത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത്രയും ലെയറിങ് ഞാൻ ചെയ്തില്ലായിരുന്നു എങ്കിൽ അവിടുത്തെ മഞ്ഞുവീഴ്ചയിൽ ചിലപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെ ഫീൽ ചെയ്തേനെ. കാരണം തണുപ്പ് കൂടുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം വേദനകളുണ്ടോ അതൊക്കെ കുറച്ച് അധികരിക്കും എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ കാലിൻ്റെ അവസ്ഥയും മറിച്ചൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം നല്ല കാലുവേദന ഉണ്ടായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴിയിലാണെങ്കിലും നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ടൊരു സ്റ്റീപ്പ് അങ്ങ് കയറുകയല്ല ചെയ്യുന്നത്. കുറേ ഏറെ മലകൾ നമ്മളിങ്ങനെ കയറി ഇറങ്ങി ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ജിയോഗ്രഫി ഇരിക്കുന്നത്. അതിൻ്റെ ടെറൈൻ അങ്ങനെയാണ്. അപ്പോൾ ഈ കയറുന്ന സമയത്ത് ധാരാളം സ്റ്റെപ്സ് നമുക്ക് കുത്തനെ കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട്. അതെല്ലാം എന്നെ കുറച്ചൊക്കെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മുട്ടിനായിരുന്നു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അപ്പം പൊതുവിൽ നമുക്കറിയാം മുട്ടുവേദന ഉണ്ടാകുന്ന സമയത്ത് സ്റ്റെപ്പ് കയറലും ഇറങ്ങലും ഒക്കെ കുറച്ച് പാട് തന്നെയാണ്. പക്ഷേ ഞാൻ എന്നെ സ്വയം തന്നെ ഒരു ആത്മവിശ്വാസം കൊടുക്കുകയായിരുന്നു. കാരണം എവിടെയെങ്കിലും ഒന്ന് ഞാൻ പതറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ എൻ്റെ യാത്രകളെ പരമാവധി പ്രയോജനപ്പെടുത്താറുള്ളത് എൻ്റെ അനുഭവങ്ങൾ കുട്ടികളോട് പങ്കുവെച്ചുകൊണ്ടാണ്. എൻ്റെ മനസ്സിൽ കുട്ടികൾ എന്താ പറയുക, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോലും പ്രാപ്തരാകുന്ന രീതിയിൽ ധൈര്യവാന്മാരും ധൈര്യവതികളുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രാനുഭവങ്ങൾ ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പരമാവധി ഞാൻ ക്ലാസ്സുകളെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ അവധി ദിവസങ്ങളിലാണ് മാക്സിമം ഞാൻ ട്രക്ക് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്നും അതേപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നുമുള്ള ഒരു പ്രോത്സാഹനം എനിക്ക് അത് ചില്ലറയല്ല. ഒരുപാട് അവരെന്നെ ഈ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടുള്ള എൻ്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് പ്രകടിപ്പിച്ചേ മതിയാവൂ എന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ EBC അവിടെ ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കടപ്പാടും എൻ്റെ നന്ദിയും പ്രകടിപ്പിക്കേണ്ട മൂന്ന് പേരാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. ഒന്ന് എൻ്റെ രാജ്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഫ്ലാഗ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടുപേര് എഴുതിയ ഒരു ബാനറും അതേപോലെ GBHSS തിരൂർ എന്ന് എഴുതിയൊരു ബാനറും എൻ്റെ കയ്യിലുണ്ടായിരുന്നു.
ഈ മൂന്നും എനിക്ക് ഞാൻ അവിടം വരെ എത്തുകയാണെങ്കിൽ ഇതെനിക്ക് അവിടെ ഒന്ന് നിവർത്തി പിടിച്ച് നിൽക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഞാൻ സാധിച്ചു. ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോൾ നല്ല മഞ്ഞുവീഴ്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനു മുൻപത്തെ എൻ്റെ 2 ഹിമാലയൻ ട്രെക്കിലും മഞ്ഞിലൂടെ നടന്നെങ്കിൽ പോലും എനിക്കൊരു മഞ്ഞുവീഴ്ച എങ്ങനെയാണെന്നുള്ളത് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് സാധിച്ചത് ഈ ഒരു ട്രെക്കിലാണ്. അങ്ങനെ ആ പാങ്ബോച്ച എത്തിയപ്പോഴത്തേക്ക് ആ ഒരു സ്നോഫോൾ കിട്ടി. അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ നടന്നു തുടങ്ങിയപ്പോഴത്തേക്കും പകല് നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ആദ്യം കണ്ട ഭംഗിയോ ആ ആസ്വാദനം ഒന്നും മഞ്ഞുവീഴ്ചയ്ക്ക് ഇല്ല എന്നുള്ളത് മനസ്സിലായി. കാരണം തണുപ്പ് അസഹനീയമായിട്ട് തോന്നി തുടങ്ങി, നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 17-ാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റായ ഗോരക്ഷേപ്പിലേക്ക് എത്തുന്നത്. ഗോരക്ഷേപ്പിലെത്തി അവിടെ നിന്ന് വീണ്ടും ഒരു 5.5 കിലോമീറ്റർ കൂടെ പോകണം നമ്മുടെ ബേസ് ക്യാമ്പ് സമ്മിറ്റ് പോയിന്റിലേക്ക് എത്താനായിട്ട്. ഈ BCയുടെ സമ്മിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ഫോട്ടോസിലൊക്കെ കാണുന്ന ആ ഒരു ഐക്കോണിക് ആ ഒരു പാറ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഗോരക്ഷേപ്പിൽ നിന്ന് നടന്ന് ആ ഒരു പാറയുടെ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് നല്ല മഞ്ഞുവീഴ്ചയായി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിച്ച അത്ര കൂടുതൽ ഒരു എൻജോയ് ചെയ്യാനായിട്ട് അവിടെ സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു മഞ്ഞുവീഴ്ചയും ഞങ്ങൾ രസകരമാക്കി തന്നെ എടുത്തു. എപ്പോഴും ഹസ്ബൻഡ് പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പം കുറേ യാത്രകളായില്ലല്ലോ, ഈ കുറേ മലകളായില്ലേ കയറി ഇറങ്ങുന്നു. അപ്പൊ ഇതെല്ലാം കുറിച്ച് വെക്കാറുമുണ്ട്. ഞാൻ ഓരോ സ്ഥലത്ത് പോകുന്നതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ജസ്റ്റ് കുറിച്ച് വെക്കാറുണ്ട്. അപ്പൊ ഇതൊന്ന് പുസ്തക രൂപത്തിലേക്ക് ആക്കിക്കൂടെ എന്നുള്ളത് ആള് തന്നെ ഒരു ആഗ്രഹമായിട്ട് എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു EBC കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്തായാലും അത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു യാത്രാ വിവരണം എഴുതൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ബുക്ക് എഴുതാൻ മാത്രമുള്ള ഒരു പാകതയിലേക്ക് ഞാൻ എത്തിയോ എന്നൊരു സംശയത്തിന്റെ പേരിൽ ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അധികം വൈകാതെ തന്നെ എഴുതി തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പറയുന്ന യാത്രാ വിവരണങ്ങളൊക്കെ മറ്റുള്ളവർക്കും കൂടെ എന്തെങ്കിലും ഒരു തരത്തിലൊരു പ്രയോജനപ്പെടുകയാണെങ്കിൽ അതും കൂടെ ആയിക്കോട്ടെ എന്ന രീതിയിലേക്ക് എൻ്റെ അനുഭവങ്ങളെ പുസ്തക രൂപത്തിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ടീച്ചർക്ക് സാധിക്കട്ടെ. ലക്ഷ്യങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ സാധിക്കട്ടെ. ആശംസകളോടെ കേരള വിഷനു വേണ്ടി ക്യാമറമാൻ ബിജു മാധവിനോടൊപ്പം സംഗീത, തിരൂർ.